ഹലോ! അപ്പോൾ എല്ലാവർക്കും ആവീസ് പുട്ട് ഹൗസ് റെസ്റ്റോറൻറ്റിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ എ.സി റോഡിലുള്ള, അതായത് കുട്ടനാട് അടുത്ത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലുള്ള ആവീസ് പുട്ട് ഹൗസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്ന വഴി ഉച്ചയ്ക്ക് നട്ടുച്ചയായി, ഇപ്പോൾ ഏകദേശം 12:45 1 മണിയുടെ ഇടയ്ക്ക് ഒന്ന് മീൽസൊക്കെ തപ്പി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ ആവീസ് പുട്ട് ഹൗസ് റെസ്റ്റോറൻറ്റ് കണ്ടത്. അങ്ങനെ അവിടെ കയറി ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. പണ്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അടൂർ എറണാകുളം ട്രിപ്പ് അടിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരം കയറിക്കൊണ്ടിരുന്ന റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പവും താറാവ് റോസ്റ്റും മുട്ടക്കറിയും. ഇവിടുത്തെ സ്പെഷ്യൽ മാത്രമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ് ഈ മൂന്നെണ്ണം. വെറുതെ പറയല്ല, ഇത്രയും നല്ലൊരു താറാവ് റോസ്റ്റ് ഞാൻ വേറെ ഒരിടത്തുനിന്നും കഴിച്ചില്ല. താറാവ് ആദ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് അവർ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ ഫുഡ് മാത്രമല്ല കേട്ടോ സ്പെഷ്യൽ. ദേ ഈ കാണുന്നത് കണ്ടോ, ഈ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്പം അവിടെ എന്തോ കുറച്ച് റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് വരെ പോയിരുന്ന് കഴിക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളിവിടെ കയറിയ സമയത്ത് ഇതിനോട് ചേർന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇതിനിടയിൽ കൂടെ താറാവൊക്കെ പോകുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാറുണ്ട്. ഇപ്പം അവിടെ എന്തോ ഒരു റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. കുറച്ച് ആക്സസ് റെസ്ട്രിക്റ്റഡ് ആണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മമ്മിക്കൊരാഗ്രഹം, എന്നാൽ നമുക്ക് കുറച്ച് ആമ്പലും കൂടി പറിച്ചുകൊണ്ട് പോയാലോടി, വീട്ടിൽ കൊണ്ട് നടാമെന്ന്. അങ്ങനെ ഒരുവിധം പിന്നെ മമ്മിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. മമ്മി കേൾക്കോ ഞങ്ങൾ പുറയിലോട്ട് വന്നോളാം. ലൊക്കേഷനില്ലേ കയ്യില്? ആണോ? എന്നാ ആ പുറകെ ഇരിക്കണം. അവൾക്ക് വരണോ? അവളിതിനകത്ത് കയറുവാണോ? ഓക്കെ, ഒരു വാട്ടർ ബോട്ടിൽ വെച്ചോ കേട്ടോ കയ്യിൽ. വഴക്കുണ്ടാക്കല്ലേ, ഡോറിന്റെ ലോക്കിലൊന്നും പിടിക്കല്ലേ. അറിയാലോ മിന്നുന്. എനിക്ക് പോണോന്ന് വരുത്തി. ലൊക്കേഷൻ എടുത്തിടേ, അബാദ് ലൊക്കേഷൻ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പം ഇളയാൾക്ക് ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവളെ ഞാൻ മമ്മിയുടെയും പപ്പയുടെയും കൂടെ വിട്ടില്ല. പതുക്കെ സമാധാനിപ്പിച്ച് നമുക്ക് പുറകിൽ മമ്മിയും പപ്പയുടെയും കൂടെ പുറകെ പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൂട്ടി. അങ്ങനെ ആവീസിൽ നിന്നിറങ്ങി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching our video. See you on next video.